ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലത്തെ പഴയ ഉപയോഗിക്കാത്ത ഷർട്ടുകളൊക്കെ ഉണ്ടാവും. ഷർട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു റീയൂസ് ഐഡിയയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദെൻ ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷർട്ട് നിവർത്തിയിടുക. ഷർട്ടിൻ്റെ ബാക്ക് വശം വേണം നിവർത്തിയിടാനായിട്ട്. നിവർത്തിയിട്ടതിന് ശേഷം തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മളൊരു പില്ലോ കവറാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പില്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് അളവനുസരിച്ച് കട്ട് ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. പില്ലോ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പീസ് കിട്ടും. അതിൽ ഈ ബട്ടൺസ് ഉള്ള പോർഷൻ നമ്മൾ മാറ്റി വെക്കും. അളവ് കറക്റ്റാണെന്ന് ഒന്നും കൂടെ നോക്കിയിട്ട് ബട്ടൺസ് ഉള്ള പോർഷൻസ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാനൊരു റെഡ് പെയിൻ്റ് എടുത്ത് ക്യൂടിപ്സ് കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്യുവാണ്. നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഏത് പെയിൻറ്റാ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം. കണ്ടിട്ടില്ലാത്തൊരു പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് ഇങ്ങനെ വരയ്ക്കാനൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ പെയിൻറ്റും ബ്രഷും ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളിതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കരാകുരാന്ന് അവിടെ എവിടേക്ക് ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണ്. ഇതൊരു മേക്കപ്പ് ബ്രഷാണ്. ഏത് ബ്രഷാണെന്നൊന്നും എനിക്ക് സൈസും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ മേക്കപ്പ് ബ്രഷ് കൊണ്ടൊന്നും എനിക്ക് യാതൊരു ഉപയോഗവും ഇല്ല. അപ്പം അത് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒന്നും ഉപയോഗിച്ച് മേക്കപ്പ് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. എനിക്ക് ഏതോ ഒരു ഗ്രാബ് ബോക്സിൻ്റെ കൂടെ കിട്ടിയതാണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ബ്രഷും കാര്യങ്ങളും ഒക്കെയും ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏത് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളറും കൂടെ കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല. നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സജഷൻ പോകത്തുള്ളൂ. പിന്നെ ഇടയ്ക്കും പിഴയ്ക്കുമൊക്കെ ആയിട്ട് ഡിസ്ലൈക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ ഡിസ്ലൈക്ക് ചെയ്യുന്നവർ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. വെറുതെ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഞാനെങ്ങനെ അറിയണേ ഇതിൻ്റെ വീഡിയോയുടെ പോരായ്മ എന്താണെന്നോ? ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, അതെന്താണ് കാരണമെന്ന് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ. ഡിസ്ലൈക്ക് ചെയ്യുന്നവരുടെ വെറുപ്പ് കൊണ്ടല്ല, ഞാൻ പറയുമല്ലോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തതെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ചെയ്യുമ്പം അതിൻ്റെ റീസണും കൂടി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അതിനിടയ്ക്കൊരു ഞാൻ ഒരു ബ്ലൂ കളറും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ ഏതാണ് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അത് ഉണങ്ങിയതിന് ശേഷം നല്ല വശവും കൂടെ ചേർത്തിട്ട്, ഇതെനിക്ക് പറയാനായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ അസ്വി മലയാളം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് എങ്ങനെ ചേർത്തിടുന്ന കാര്യം പറയാനായിട്ട് പഠിച്ചത്. ഈസി ആയിട്ട് പറയാമല്ലോ. നല്ല വശവും കൂടെ ചേർത്തിടുക. അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്ത പോർഷനും ഷർട്ടിൻ്റെ ബട്ടൺസ് വരുന്ന പോർഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് വെച്ചിട്ട് 4 സൈഡും കൂട്ടി തയ്ക്കുക.
എന്നിട്ടത് തിരിച്ചിടുക, ബട്ടൺസ് അഴിച്ച് തിരിച്ചിടുക. എന്നിട്ട് ആ ബട്ടൺസിനുള്ളിലൂടെ അകത്തേക്കാക്കുക. സാധാരണ നമ്മൾ പില്ലോസൊക്കെ തയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ തയ്ക്കാതെ എന്നിട്ട് പിന്നീട് അത് മടക്കി അടിച്ച് കുറേ പണികളാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതുപോലെ ഷർട്ടിൻ്റെ ബട്ടൺസും കിട്ടാൽ മതി. സിമ്പിൾ പരിപാടിയല്ലേ. നമുക്ക് സോഫയിലും ഒക്കെ വെക്കാം. ഇതിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റ് അടിപൊളി ഒരു വീഡിയോയിൽ വീണ്ടും നമ്മൾ കാണുന്നവരേക്കും ബൈ.